ഫസ്റ്റ് നമുക്ക് ഇതിലേക്കുള്ള അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ അതാ ഇതേപോലത്തെ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അതിന് നിങ്ങൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ അളവ് എടുക്കുക. നിങ്ങൾ 250 ml മെഷറിംഗ് കപ്പിലാണ് എടുക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.5 കപ്പ് അരി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് കുറച്ച് വലിയ ഗ്ലാസ്സാണ്. അപ്പോൾ ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ. നമുക്ക് അരി വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ അരി വേവിക്കാനുള്ള പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത്രയ്ക്ക് നെയ്യ് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഉണ്ടാവും, കാരണം അത് കട്ടയായിട്ടാണല്ലോ ഇരിക്കുന്നത്. ആ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇത്രയ്ക്ക് കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസുകളുണ്ട്, അധികം കനല്ല. പിന്നെ ഒരു 7 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഒന്ന് കഴുകിയിട്ടെടുക്കുക. അതും കൂടിയിട്ട് നമുക്ക് നെയ്യിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കാം. അപ്പോൾ അരി ഞാനിവിടെ 2 ഗ്ലാസ്സല്ലേ എടുത്തേക്കുന്നത്. അപ്പോൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് അരിക്ക് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് 3 ഗ്ലാസ് വെള്ളം ചേർക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കാം കേട്ടോ. രണ്ട് ഗ്ലാസ് 3 ഗ്ലാസ്. അപ്പോൾ നമ്മുടെ ആ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. മല്ലിയിലയുടെ തണ്ടുണ്ടെങ്കിൽ അതും കൂടിയിട്ട് ചേർക്കണം, ഒരുപാട് ചേർക്കണ്ട. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചേക്കണ അരി ചേർക്കാണ്. അരി ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ജസ്റ്റ് നമ്മൾ കഴുകി വാരിയെടുത്തതാണ്. അരി ഇതിനകത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമ്മൾ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. ഇനി അരി ചേർത്ത് കഴിഞ്ഞിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ എന്തോരം കുറച്ച് വയ്ക്കുമ്പോൾ അത്രയ്ക്ക് കുറച്ച് വയ്ക്കുക. അപ്പോൾ വലിയ ബർണറിലൊക്കെയാണ് വെച്ചേക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കുക. കാരണം തീ എങ്ങാനും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അരിയിലെ വെള്ളമൊക്കെ കൊണ്ട് വറ്റി പോകും, നമുക്ക് ചോറ് വെന്ത് കിട്ടില്ല. പിന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചോറ് വേവിച്ചെടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ട് ചോറ് ആകെ കുഴഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇത്രയ്ക്ക് വെള്ളത്തിൽ തന്നെ നിങ്ങൾ വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ നോക്കിക്കേ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുകയാണ്. ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് എടുക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളത് എപ്പോഴും തുറന്ന് നോക്കണ്ട. തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് ആ സ്റ്റീമൊക്കെ പുറത്തേക്ക് പോയിട്ട് നമ്മുടെ ചോറ് നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു 15 മിനിറ്റ് അനക്കാണ്ട് ഇങ്ങനെ മൂടി വയ്ക്കുക. തീ എന്തോരം കുറച്ച് വയ്ക്കണം അത്രയും കുറച്ച് വയ്ക്കണം. അടുത്തത് നമ്മൾ ബിരിയാണിക്കുള്ള നമ്മുടെ മുട്ടക്കറി നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനും വേണ്ട കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഒരു പകുതി മതി. അപ്പോൾ ഒരു തേങ്ങയുടെ ഒരു 1/4 ഭാഗം മതി. ഞാനിവിടെ തേങ്ങ കൊത്തായിട്ടാണ് എടുക്കുന്നത്, കാരണം ഇത് നമുക്കൊന്ന് അരച്ചിട്ട് എടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ തേങ്ങ ചിരണ്ടി എടുത്ത തേങ്ങ ആയിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. നമുക്കൊരു മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. അല്ലെങ്കിൽ ചിരണ്ടിയ തേങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേബിൾ സ്പൂണിൽ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ഒരു 4 പച്ചമുളക് ചേർക്കണം. ഇത് വളരെ ചെറിയ പച്ചമുളക് കേട്ടോ. പിന്നെ പച്ചമുളക് അരച്ചിട്ട് ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ടാവുകയും ചെയ്യും. പിന്നെ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇത്രയ്ക്ക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി വേണം. ഇഞ്ചി ഒന്ന് തൊണ്ടടഞ്ഞെടുക്കട്ടെ. ഒരു വലിയൊരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിനയില, ഇത്രയ്ക്ക് പുതിനയില എടുത്തിട്ടുണ്ട്. പുതിനയിലൊക്കെ ആയിരുന്നാലും കുറച്ച് കൂടുതൽ ചേർക്കുക, അപ്പോഴായിരിക്കും നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുക. അത് പുതിനയില ഇവിടെ ഉണ്ടായത് കേട്ടോ, ഞാനിപ്പോൾ പോയിട്ട് പറിച്ചുകൊണ്ടുവന്നത്. അപ്പോൾ ഈ നമ്മുടെ അരി എന്തായി നോക്കാം. നന്നായിട്ട് ആവിക്ക് വരുന്നുണ്ട്. വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അതിന് മുമ്പൊന്നും ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി അരി നമുക്ക് നോക്കാം വെന്തണ്ടോ നോക്കാം. ചിലപ്പോൾ ഈ മുകളിൽ കിടക്കണ ചോറ് ചിലപ്പോൾ വേവാണ്ട് കിടക്കണുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചോ. ഉപ്പൊക്കെ എന്നാലും നല്ല കറക്റ്റ് ഭാഗമായിട്ടുണ്ട്. അരി വേവിക്കുമ്പോൾ ഉപ്പ് ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കണം. അല്ലാണ്ട് നമ്മൾ ഉപ്പ് പിന്നെ രണ്ടാമത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ബസ്മതി റൈസിന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഉപ്പ് ശരിക്കാണ്ട് പിടിക്കില്ല അതിൻ്റെ ഉള്ളിലേക്ക്. ഇനി അടുത്തത് നമുക്ക് ബിരിയാണിക്ക് വേണ്ടത് ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി നമ്മളിവിടെ കഴിഞ്ഞ ദിവസം ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, പച്ച തക്കാളി പറിച്ച് വെച്ചത്. അത് പഴുത്തതാട്ടത്. പച്ച പറിച്ച് വെച്ചാൽ മതി. നിങ്ങൾ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പച്ച പറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പഴുക്കുമെന്ന്. പച്ച പഴുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും തക്കാളിക്ക് അല്ലെങ്കിൽ പൊട്ടലൊന്നും വീഴും ചിലപ്പോൾ പഴുക്കണ സമയത്ത് ആ ചെടിമ നിന്നിട്ടുണ്ടെങ്കിൽ.
അപ്പം ഞാനിവിടെ സവോള അതേപോലത്തെ ഒരു 4 ചെറിയ സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഇതിൻ്റെ ഈ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇത് കഴുകിയിട്ട് നമുക്ക് നല്ല കനം കുറച്ചിട്ട് നമുക്ക് സ്ലൈസ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഓൾറെഡി അരച്ചിട്ട് എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ നമ്മുടെ റൈസ് എന്തായി നോക്കാം. റൈസ് ഇതാ നല്ല കറക്റ്റ് പാകത്തിന് ഒട്ടും വെന്ത് കുഴഞ്ഞ് പോവാണ്ട് നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാനുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് വേണമെങ്കിൽ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കട്ടെ. ഇതിപ്പോൾ അധികം ചോറില്ലല്ലോ, നമ്മൾ കുറച്ച് ബിരിയാണിയല്ലേ ഉണ്ടാക്കുന്നത്. ഞാൻ സാധാരണ പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ചോറൊക്കെ നമ്മൾ വേവിക്കുമ്പോൾ ഞാൻ അത് കുഴഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാറുണ്ട്. കുഴഞ്ഞു പോകില്ല, പക്ഷെ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഇങ്ങനെ കട്ട പിടിച്ചിട്ടിരിക്കും. പക്ഷെ നമ്മളത് ബിരിയാണിയിലേക്ക് നമ്മൾ മസാലയിലേക്ക് ഇടുമ്പോൾ അത് സ്പൂൺ കൊണ്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഉടഞ്ഞു പോക്കോളും. വേണമെന്ന് വെച്ചാൽ വേറെ പാത്രത്തിലേക്ക് പരത്തിയിട്ട് ഒന്ന് വിടർത്തിയിട്ടില്ലേ, അങ്ങനെ വിടർത്തിയിടാം. അപ്പം നമ്മുടെ റൈസ് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കാം. അപ്പം നമ്മൾ മിക്സിയിലിട്ടിട്ട് അതെല്ലാം കൂടിയിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഞാൻ തൊട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ നല്ല പേസ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ പേസ്റ്റ് പോലെ എടുക്കില്ലേ, അങ്ങനെ എടുക്കണ്ട. ഇതിപ്പോൾ ഒരു തരിതരിപ്പായിട്ടാണ് കിട്ടിയേക്കുന്നത്. ഇതേപോലെ മതി കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ മുട്ട മസാല നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാൻ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ റെഡിയാക്കിയിട്ട് എടുക്കുക. നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിതിലേക്ക് ഒരു 2 നുള്ള് നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അത്ര ചേർത്താൽ മതി കേട്ടോ. ഒരു 2 നുള്ള് വലിയ ജീരകം, പെരുംജീരകം ഉണ്ടല്ലോ, അത് വളരെ കുറച്ചാൽ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് വെളിച്ചെണ്ണയ്ക്ക് നന്നായിട്ട് ചൂടായി നമ്മൾ അതിലേക്ക് ചേർത്തന്നെ 2 ജീരകങ്ങളും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചാൽ നമ്മുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ചേർക്കാണ്. ഞാനിവിടെ ചെറിയ തീരെ ഇട്ടിട്ടാട്ടോ റെഡിയാക്കിയിട്ട് എടുത്തത്. അപ്പോൾ ഇത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് മുരിഞ്ഞിട്ട് ഒരു ഗോൾഡൻ കളറൊന്നും ആവില്ല കേട്ടോ. ഇതാ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഒന്ന് ഡ്രൈ ഒക്കെ ആയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ പോലെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചാൽ നമ്മുടെ സവോള ഉണ്ടല്ലോ, സവോള ചേർക്കാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനിവിടെ കുറച്ച് സവോള ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. കാരണം നമുക്ക് ബിരിയാണിക്ക് നമുക്ക് ലാസ്റ്റ് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് എടുക്കാം. സവോളയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ആദ്യം ചേർത്തിരുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റും സവോളയും കൂടിയിട്ട് ഇളക്കുമ്പോൾ അതിങ്ങനെ കൂടുതൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതൽ. നമുക്കൊന്ന് മൂടി വയ്ക്കാം. തീ നന്നായിട്ട് കുറച്ചിട്ട് മൂടി വയ്ക്കുക. അപ്പോൾ നമ്മുടെ സവോള നമുക്കൊന്ന് നന്നായിട്ട് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഒരു 6-7 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കിക്കേ. ഇപ്പോൾ നമ്മുടെ ആ സവോളയൊക്കെ ആയിരുന്നാലും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. അത് എല്ലായിടത്തും അടിയിൽ പിടിക്കും. നമ്മുടെ സവോളയൊക്കെ ആയിരുന്നാലും സോഫ്റ്റായിട്ട് വരികയും ചെയ്യില്ല. അത് നോക്കിക്കേ. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് മുളക് പൊടി ചേർക്കണില്ല കേട്ടോ. കാരണം നമ്മൾ പച്ചമുളക് നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി ചേർക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോട്ടെ. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ കുമ്പാരം പോലെ എടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ. സവോള കൂടുതലൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ വഴറ്റിയിട്ട് എടുക്കുമ്പോൾ മല്ലിപ്പൊടിയും കൂടിയിട്ട് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കണം. അപ്പോഴായിരിക്കും ഒരു നല്ലൊരു ടേസ്റ്റ്. ഞാൻ മല്ലിപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. ആ സവോളയൊക്കെ എന്നാലും നോക്കിക്കുക നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ സവോള ഇങ്ങനെ കൂടുതൽ സവോളയൊക്കെ ഇങ്ങനെ വഴറ്റിയിട്ടൊക്കെ എടുക്കുമ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ അത് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ മല്ലിപ്പൊടിയൊക്കെ ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞ ആ മല്ലിയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ, ആ ടേസ്റ്റൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 2 തക്കാളിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയ തക്കാളിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എടുത്തോട്ടെ. ഇതിപ്പോൾ ഞാനിവിടെ ഒരെണ്ണം കുറച്ച് ചെറുതാണ്, പിന്നെ മറ്റേത് പ്രത്യേകം നല്ല വലിയ തക്കാളിയാണ്.
ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. അത് ഫസ്റ്റ് നമുക്കിപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം. കാരണം നമ്മൾ പലരും എടുക്കണ ഗരം മസാലയുടെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാനിവിടെ ഫ്രഷായിട്ട് ഞാൻ പൊടിച്ചെടുത്തത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് മല്ലിയിലയും ചേർക്കാം, പുതിനയിലയും ചേർക്കാം. അപ്പോൾ ഈ നമ്മൾ മൂടി വയ്ക്കുകയാണ്. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. തക്കാളിക്ക് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അത് നമ്മുടെ മസാല ഇരിക്കണം ആക്കിക്ക്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചേക്കണം മുട്ട ചേർക്കാണ്. മുട്ടയ്ക്ക് നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വരഞ്ഞിട്ടാണ് ചേർക്കുന്നത്. ഇനി ഞാനിവിടെ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇത് പാനല്ല കേട്ടോ, ഇത് ഉള്ളിയാണ് എടുത്തേക്കുന്നത്. ഞാൻ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സ്പൈസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ഇളക്കാനൊക്കെ ഇരുന്നാൽ. അപ്പോൾ ഇതിലേക്ക് നെയ്യ് ചേർക്കുക. ഈ നെയ്യ് ഉണ്ടല്ലോ ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇത് അവിടെ അടുത്തൊരു വീട്ടിൽ ഫ്രഷായിട്ട് ഉണ്ടാക്കണ നെയ്യായിരുന്നു. എന്ത് മണമെന്നറിയാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത്രയ്ക്ക് മണത്തിലൊന്നും കിട്ടുന്നില്ല. പക്ഷേ നല്ല വിലയായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണതിനേക്കാൾ ഒരു ഡബിൾ വിലയുടെ അടുത്തുണ്ട് ഈ നെയ്യ്ക്ക്. പക്ഷേ ഭയങ്കര മണമാണ്. പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് എൻ്റെ മമ്മി വീട്ടിൽ നെയ്യ് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. വീട്ടിൽ നെയ്യ് ഉണ്ടാക്കുന്നവർക്ക് അറിയായിരിക്കും അതിൻ്റെ ഒരു മണവും നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ മണവും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ ഇത് ഞങ്ങൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നീ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ടിന്ന് തുറന്നിട്ട് ഇങ്ങനെ മണത്ത് നോക്കായിരുന്നു. എന്ത് മണമെന്ന് അറിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെയ്യ് ചേർക്കാം. നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നെയ്യ്ക്ക് നല്ല മഞ്ഞ കളറായിരിക്കും. ഈ നെയ്യ്ക്ക് അത്രയ്ക്ക് മഞ്ഞ കളറില്ല. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഞാനിതിലേക്ക് സവോള ചേർക്കണം. അപ്പോൾ നിങ്ങൾക്ക് സവോള എന്തോരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സവോള ചേർക്കാറില്ല. കാരണം നമ്മൾ അത്രയും അധികം നെയ്യ് ചേർക്കണില്ലല്ലോ. നെയ്യിലിട്ടിട്ട് നമ്മൾ ഈ സവോള മൂപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ സാധാരണ കുറച്ച് സവോളയാണ് മൂപ്പിക്കാറുള്ളത്. നിങ്ങൾക്ക് സവോള വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് വേറെ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണിയിൽ വേറെ ചേർത്താൽ മതി. ഇതിലേക്ക് കാഷ്യൂ ചേർക്കാം. ഞാൻ നട്ട്സിൻ്റെ വലിയ ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നട്ട്സ് കുറേ ചേർക്കും. ഇതിലേക്ക് ഞാനിവിടെ ഈന്തപ്പഴം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഹാർഡായിട്ട് ഇരിക്കണ ഈന്തപ്പഴമായിരിക്കും നല്ലത്. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് ചേർക്കുന്നുണ്ട്. എന്നാലാണ് നമ്മൾ ആ സവോളയ്ക്ക് ഒന്ന് മുരിഞ്ഞ് വരുന്നതിൻ്റെ നല്ലൊരു ടേസ്റ്റും പിന്നെ നമ്മൾ ഇതിനകത്ത് റൈസ് ഇട്ടിട്ട് നമ്മൾ ഇളക്കുമ്പോഴായിരുന്നാലും നമ്മുടെ റൈസിനൊക്കെ ആയിരുന്നാലും നല്ലൊരു കളറും കിട്ടുക. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരുപാട് കോരിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു ഇച്ചിരി ഗരം മസാലയും കൂട്ടിയിട്ട് ചേർക്കുന്നുണ്ട്. ഒരു പേരിന് കുറച്ച് റെഡിയാക്കിയിട്ട് വെച്ചാൽ നമ്മുടെ ചോറ് ചേർക്കാണ്. ആ ചോറ് നമ്മളങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ അങ്ങനെ ഒട്ടും കുഴഞ്ഞു പോകാണ്ട് കിട്ടും. അപ്പോൾ നമ്മുടെ റൈസ് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ഇച്ചിരി ഫുഡ് കളറും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഞാൻ സാധാരണ വീട്ടിലൊന്നും ഉണ്ടാക്കുമ്പോൾ അതിന് ഫുഡ് കളർ ചേർക്കാറില്ല കേട്ടോ. ഇപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് നല്ല ഫുഡ് കളറുണ്ട്. ഇത് ജെല്ലാട്ടോ, ഒരു ഇച്ചിരി ചേർക്കണുള്ളൂ. അപ്പോൾ ഇത് ഓർഗാനിക് ഫുഡ് കളർ ആയതുകൊണ്ടാട്ടോ ഞാൻ ചേർത്തത്. നിങ്ങൾ മറ്റേ സാധാരണ ഫുഡ് കളറൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചേർക്കാണ്ടിരിക്കുന്നത് കേട്ടോ നല്ലത്. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കേവര വാട്ടറും കുറച്ച് റോസ് വാട്ടറും ചേർക്കുന്നുണ്ട്. ഇതാണ് കേവര വാട്ടർ. ഇതിന് നല്ലൊരു ഫ്ലേവർ ആട്ടോ, നല്ല മണം. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കാനുണ്ട്. പിന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം. അതേപോലെ തന്നെ റോസ് വാട്ടർ അതും കുറച്ച്. ഇത് ഞാനിവിടെ ഡാബറിൻ്റെ ആയിട്ട് വാങ്ങുന്നത്. അതിന് നല്ലൊരു മണം. അപ്പോൾ അത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും നല്ല പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചിട്ടായിട്ട് വെച്ചേക്കുന്നത്. ഇനി വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനി നമ്മുടെ മസാല ഉണ്ടല്ലോ, മസാലയും കൂട്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ ഈ നമ്മുടെ മസാല നമ്മൾ ഇതിലേക്ക് ചേർക്കണം. ഞാൻ ഇത്രയ്ക്ക് മസാല ചേർക്കണുള്ളൂ. എനിക്കിങ്ങനെ കുറേ മസാല ഇട്ട് ഇങ്ങനെ ചോറ് ഇങ്ങനെ ആകെ ഇങ്ങനെ മസാല ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ കുറച്ച് മസാല ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ ചേർക്കാം. അല്ലെങ്കിൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് സെപ്പറേറ്റ് നമുക്ക് ഇട്ടിട്ട് കഴിക്കാമല്ലോ. ഇത് നമുക്ക് ഇങ്ങനെ മൂടി വയ്ക്കാം. എന്നിട്ട് നമുക്കിനി
ദം ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തീ നന്നായിട്ട് കുറച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ആ കറിയുടെ ആ മസാലയുടെ മണക്കി നമ്മുടെ ബിരിയാണിക്ക് കിട്ടും. ഒരു കറക്റ്റ് മൂടി വെച്ചിട്ട് അപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. തീ കൂട്ടി വെച്ചിട്ട് കരിച്ച് കളയരുത് കേട്ടോ. ഇനി പതുക്കെ നമ്മുടെ ഈ കറിയും കൂടിയിട്ട് മിക്സ് ചെയ്യുക. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്യുക. അറിയാം നിങ്ങൾ പ്ലേറ്റിലേക്ക് എടുക്കുമ്പോൾ അതനുസരിച്ചിട്ട് അങ്ങനെ എടുത്താൽ മതി. മിക്സ് ചെയ്യണ്ടെങ്കിൽ മിക്സ് ചെയ്യണ്ടേ. എനിക്കാണ് ആ കേവര വാട്ടർ നമ്മൾ റോസ് വാട്ടറൊക്കെ ചേർത്തില്ലേ, അതിൻ്റെയാണ് ഒരു നല്ലൊരു സ്മെല്ലും ഒരു നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയണ്ട. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഈ സവോളയ്ക്ക് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് വേറെ വറുത്തിട്ടിട്ട് ഗാർണിഷ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റിയും നല്ല സിമ്പിളായിട്ടുള്ള നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല നല്ല ടേസ്റ്റുള്ള ബിരിയാണി. ഞാൻ ശരിക്കും ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നിവിടെ കാലത്ത് തുടങ്ങിയിട്ട് നല്ല മഴയായിരുന്നു. പിന്നെ ആയിക്കിങ്ങനെ മുടി കെട്ടി നിൽക്കായിരുന്നു. ഞാൻ വിചാരിച്ചു ഇന്ന് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ മുട്ടയ്ക്ക് ഇവിടെ ഓൾറെഡി ഇരിക്കണ്ടായിരുന്നു. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ചേർത്തണ ഒരു ഇതെല്ലാ സാധനങ്ങളും എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ മറ്റേ ബിരിയാണിയിലേക്ക് നമ്മൾ കേവര വാട്ടർ ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ പോകുമ്പോൾ അത് വാങ്ങിച്ചു വെക്കുക. ഏത് ബിരിയാണിക്ക് വേണമെങ്കിലും അത് കുറച്ച് ചേർക്കാം. അതിനൊരു കറക്റ്റ് അളവില്ല. കുറച്ച് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തുണ്ടാവും. അതേപോലെ തന്നെ റോസ് വാട്ടറും കുറച്ച് ചേർക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. പിന്നെ പൈനാപ്പിൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈനാപ്പിളും കൂടിയിട്ട് ചേർക്കാം. ഞാൻ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നല്ല പഴുത്ത പൈനാപ്പിൾ നല്ല കുരുകുരുന്ന് കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് കുറച്ചൊന്ന് വെതറിയിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാറുണ്ട് ചോറിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം എൻ്റെ അടുത്തൊന്നും പൈനാപ്പിൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ നാളെ വേറെ പുതിയ റെസിപ്പി ആയിട്ട് വരാം. ഇങ്ങോട്ട് പോണേ നീയേ, ഇങ്ങോട്ടാ പോണേ. എന്താ വേണ്ടേ? അടി വേണോന്നാ? 2 അടി വേണോന്ന് അടിയോന്? പിന്നെ നീ ഓർക്കത്തിന് എന്തിനാ എഴുന്നേറ്റപ്പോ? വെറുതെ തന്നെ എഴുന്നേറ്റ? കണ്ണടച്ച് കാണിക്കണ? കണ്ണടച്ച് കാണിക്കണ? വാലക്കാട്ടുണ്ടല്ലോ. എന്താ അവിടെ പോണ്ട, ഇങ്ങോട്ട് പോരി. എന്തോണ്ട ഇപ്പാരും പോണില്ല? കുറുക്കന്മാർ വന്നിരിക്കണ്ട അവിടെ. തണുക്കണ്ടാ? നിനക്കൊരു ഉടുപ്പ് വാങ്ങിക്കണം. ആസ്പിന് ഉടുപ്പില്ലേടി പറഞ്ഞാൽ അവനൊരു ഉടുപ്പ് എടുത്ത് ഇടിച്ചോളൂ. അവന് തണുക്കണ്ട്. നമുക്ക് കുഞ്ഞു ബേബീസിൻ്റെ ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാം. വാലൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. വാ, ഞാൻ പോവാ. വന്നുണ്ടാ? വന്നുണ്ടാ കൂട്ടാ?